വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ഇലഞ്ഞിത്തറ മേളത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഇലഞ്ഞിത്തറയിലേക്ക് പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് കൂത്തമ്പലത്തിൽ അവസാനിക്കുമ്പോൾ ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാകുന്നു. അതിനുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ എല്ലാവരും. ഏതാണ്ട് 12 മണിയോടുകൂടി പാറമേക്കാവിന്റെ പൂരം പുറപ്പാട് അത് ആരംഭിച്ചു. അതിനുശേഷം പാറമേക്കാവിന് മുന്നിൽ തന്നെ അവിടെ ചെറിയൊരു കുടമാറ്റവും അവിടെ പാണ്ടിമേളവും നടന്നു. അതിനുശേഷം ഇപ്പോൾ ആ പൂരപ്പുറപ്പാട് കൂത്തമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിന് പിന്നാലെ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കുന്നു. ആ ഇലഞ്ഞിത്തറ മേളത്തിന്റെ കാത്തിരിപ്പിലാണ് മുഴുവൻ പൂരപ്രേമികളും. കൊടും വെയിലിലും വലിയ ഉഷ്ണത്തിലും ആ ഉഷ്ണത്തെയും വെയിലിനെയും ഒക്കെ വകഞ്ഞു മാറ്റി പൂരാവേശത്തിൽ അവർ ഒത്തുചേരുന്നു. ഈ പൂരനഗരിയിൽ പൂര സന്നിധിയിൽ വടക്കുനാഥൻ മുന്നിൽ അവർ ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് പോവുകയാണ്. ഇനിയുള്ള ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിനായുള്ള കാത്തിരിപ്പിലാണ് മുഴുവൻ പൂരപ്രേമികളും. അത് കഴിഞ്ഞിട്ടാണ് തെക്കോട്ടിറക്കവും പിന്നാലെ കുടമാറ്റവും എല്ലാം. അങ്ങനെ പൂരത്തിന്റെ ചടങ്ങുകൾ ഒന്നൊന്നായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂരസന്നിധിയിൽ, പൂരത്തിന്റെ നഗരിയിൽ പൂരത്തിന്റെ കാഴ്ചകൾ പൂരപ്രേമികൾക്ക് ത്രസിപ്പിക്കുന്ന, അത് വർണ്ണം കൊണ്ടും അത് ദൃശ്യം കൊണ്ടും കേൾവി കൊണ്ടും ത്രസിപ്പിക്കുന്ന പൂരക്കാഴ്ചകൾ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നൊന്നായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15 ആനകൾ അകമ്പടിയോടുകൂടി സർവാലങ്കാര വിഭൂഷിതയായി പാറമേക്കാവ് ഭഗവതി പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളുന്നു. പിന്നീട് ക്ഷേത്രാങ്കണത്തിൽ നിന്ന് തുടങ്ങുന്ന ചെമ്പടമേളം അത് അവസാനിച്ചതിന് ശേഷമാണ് പിന്നീട് പാണ്ടിമേളമായി തുടങ്ങുന്നത്. അതിനോടൊപ്പം ചെറിയ തോതിലുള്ള കുടമാറ്റവും നമ്മൾ തൊട്ടു മുമ്പ് കണ്ടു. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ പാണ്ടിമേളം അതൊരു കലാശം കഴിയുന്നു. ആ കലാശം കഴിഞ്ഞ് എഴുന്നള്ളത്ത് വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. ആ വടക്കുനാഥ ക്ഷേത്രത്തിൽ 2 കലാശം കഴിഞ്ഞ് ഇലഞ്ഞിത്തറയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഇലഞ്ഞിത്തറ മേളത്തിന് മുമ്പുള്ള പ്രധാന ചടങ്ങുകൾ. അങ്ങനെ ഇലഞ്ഞിത്തറ മേളം അത് വിശ്വപ്രസിദ്ധമാണ്. മേളപ്രേമികളെ ഹരം കൊള്ളിക്കുന്നതാണ്. മേളപ്രേമികളെ താളം പിടിപ്പിക്കുന്നതാണ്. ആ താളത്തിനൊത്ത് അമരാനുള്ള തയ്യാറെടുപ്പിലാണ് പൂരപ്രേമികൾ. ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ എല്ലാവരും ഇവിടെ പൂരപ്പറമ്പിൽ നമ്മൾ ആകാംക്ഷയുടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇലഞ്ഞിത്തറയിൽ നമ്മൾ ചേർന്ന് നിൽക്കുന്നു. ആ ഇലഞ്ഞിത്തറ മേളം കാണുവാനായി വടക്കുന്നാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിലാണ് ഇങ്ങനെ ആ പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് അവസാനിക്കുക. പിന്നീട് അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളത്തിലുള്ള സമയം ഒരുങ്ങുന്നു. അങ്ങനെ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇവിടെ അണിനിരക്കുന്നു. തൃശ്ശൂർ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഉൾപ്പെടെ, അഡ്വക്കേറ്റ് ജയശങ്കർ അല്ലെങ്കിൽ KP ജോൺ ഉൾപ്പെടെ ഉള്ളവർ ഒക്കെ കാത്തിരിക്കുകയാണ്. ഇലഞ്ഞിത്തറ മേളത്തിന്റെ ആവേശം അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതിനായി ജനങ്ങൾ അത് നിന്ന് തിരിയാൻ ഇടമില്ല. നിന്ന് തിരിഞ്ഞാൽ തന്റെ സ്ഥാനം നഷ്ടമാകുമെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന തരത്തിൽ അത്രമാത്രം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് പൂരപ്രേമികൾ ഇങ്ങനെ സഹസ്രമായി ഒഴുകിയെത്തിയിരിക്കുന്ന പൂരപ്പറമ്പിൽ ഇവിടെ ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കണമെങ്കിൽ അതിൽ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പുണ്ടാകാം. ഒരുപക്ഷെ ആ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുമ്പോൾ പോലും ഇലഞ്ഞിത്തറയിലെത്തി അവിടെ സ്ഥാനമുറപ്പിച്ച പൂരപ്രേമികളാണ് ഇതിലേറെയും. മുൻവശത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇവർക്കൊക്കെ ഈ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ അത്ര മണിക്കൂറുകൾ മുമ്പ് തന്നെ ഈ ഇലഞ്ഞിത്തറയിലെ ഈ പ്രത്യേകം കെട്ടിത്തിരിച്ച ഈ സ്ഥലത്തെത്തി അവർ കാത്തുനിന്നിരുന്നു. കയ്യിലാകെ ഒരു ചെറുകുപ്പി വെള്ളവുമായി എത്തി വിശറിയുമായി അവർ ഉഷ്ണത്തെയും വെയിലിനെയും നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ പൂരപ്പറമ്പിൽ കാണുന്നത്. പക്ഷെ അതൊന്നും ഈ പൂരത്തിന്റെ ആവേശത്തെ ഒരു തരത്തിലും ചെറുതാക്കുന്നില്ല. അത്രമാത്രം ആവേശത്തോടു കൂടി അവർ പൂരത്തെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പൂരത്തിന്റെ ആവേശം കൊണ്ട് ചൂടിനെയും വെയിലിനെയും ഉഷ്ണത്തെയും ഒക്കെ മറികടന്ന് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വടക്കുനാഥ സന്നിധിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കുന്നു. നമുക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങളെ കാണാം, MP മുരളീധരനെ നമ്മൾ കാണാം. എന്തായാലും ഒരുപാട് പേർ അവിടെ ഈ ഇലഞ്ഞിത്തറ മേളത്തിന്റെ ആ പെരുമ ആസ്വദിക്കാനായി കാത്തു നിൽക്കുന്നു. ഏതാണ്ട് 4 മണിക്കൂറാണ് ഈ പാണ്ടിമേളത്തിൽ വാദ്യകലാരംഗത്തെ കുലപതികൾ അണിനിരക്കുന്ന ഇലഞ്ഞിത്തറ മേളം അരങ്ങേറുക. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളം നമ്മൾ പൂരത്തിന്റെ ഏറ്റവും ത്രസിപ്പിക്കുന്ന, ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു ചടങ്ങുകൾ ഒന്നാണ് ഈ ഇലഞ്ഞിത്തറ മേളം. ആ പാണ്ടിമേളം അത് കൊട്ടിക്കേറുമ്പോൾ അത് പൂരപ്രേമികളും ആവേശത്തിന്റെ കൊടുമുടിയിലേറുന്നത് നമ്മൾ പലവട്ടം കാണാറുണ്ട്. കൂത്തമ്പലത്തിന് മുന്നിലെ ഇലഞ്ഞിത്തറയിൽ അരങ്ങേറുന്നത് കൊണ്ടാണ് ഈ മേളത്തിന് ഒരുപക്ഷെ ഇലഞ്ഞിത്തറ മേളം എന്ന പേര് വന്നതും. തൃശ്ശൂരുകാർ ഏറ്റവും കൗതുകത്തോടെ, ഏറ്റവും ശ്രദ്ധയോടെ, ഏറ്റവും സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്ന പൂരച്ചടങ്ങുകളിലെ പ്രധാന
ചടങ്ങിൽ ഒന്നാണ് ഇലഞ്ഞിത്തറമേളം. അത് കുടമാറ്റവും വെടിക്കെട്ടും ഇലഞ്ഞിത്തറവും മേളമെല്ലാം പൂരപ്രേമികൾക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഇലഞ്ഞിത്തറ മേളത്തിനുള്ള കാത്തിരിപ്പ്, ആ കാത്തിരിപ്പ് ഇങ്ങനെ തുടരുകയാണ്. പൊരുവേലിൽ അവർ കാത്തു നിൽക്കുന്നു. ഇലഞ്ഞിത്തറ മേളത്തിന്റെ ആ മേളച്ചാർത്തിൽ അലിഞ്ഞ് ചേർന്ന് പൂരത്തിന്റെ ഭാഗമായി മാറാൻ ഇവിടെ പണ്ട് പാറമേക്കാവ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം ഈ ഇലഞ്ഞിത്തറയിൽ. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം. ഈ ഇലഞ്ഞിത്തറ മേളവും ഇലഞ്ഞിത്തറയും ഒരു ഐതിഹ്യത്തിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗമാണ്. ഈ കൂത്തമ്പലത്തിന് മുന്നിലെ ഇലഞ്ഞിത്തറയിൽ അതിന്റെ ഒരു ഐതിഹ്യം വരുന്നത് കൊച്ചി രാജാവിന്റെ കീഴിലെ ഒരു ധീര യോദ്ധാവായിട്ടുള്ള അപ്പാട്ട് കുറുപ്പാൾ, അങ്ങനെ ഒരു ദേവി ഭക്തനായിട്ടുള്ള ഒരു ധീര യോദ്ധാവ് ഉണ്ടായിരുന്നു. എല്ലാ മാസവും അദ്ദേഹം ഈ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുമെന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോ അങ്ങനെ വാർദ്ധക്യത്തെ തുടർന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവസാന ദർശനത്തിന് പോവുകയാണ് ദേവിയെ കാണാൻ. അവസാന ദർശനത്തിന് പോയപ്പോൾ ഭഗവതിയോട് ധരിപ്പിക്കുന്നു, ഇനി എനിക്ക് തിരികെ ഒരിക്കൽ ഒരു ദർശനത്തിന് വരിക അത് സാധ്യമാണ് എന്ന് കരുതുന്നില്ല. ആ ഒരു സാഹചര്യം ദേവിയെ അറിയിക്കുന്ന ഒരു വേളയിൽ ഈ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ ഭഗവതി ഈ കുറുപ്പാൾ അറിയാതെ തന്നെ, കുറുപ്പാളിന്റെ ഒരു ഓലക്കുടയുണ്ട്, ആ ഓലക്കുടയിൽ കയറിയിരുന്നു എന്നുള്ളതാണ് ഈ ഐതിഹ്യത്തിൽ പറയുന്നത്. അങ്ങനെ അദ്ദേഹം ആ ഓലക്കുടയുമായി മടങ്ങുന്നു. യാത്ര കഴിഞ്ഞു ക്ഷീണിതനായി തിരിച്ചെത്തി വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി. വടക്കുന്നാഥനെയും മറ്റ് ഉപദേവതകളെയും ഒക്കെ വന്നിച്ച് ഈ ഇലഞ്ഞിത്തറയിലാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. ആ ഇലഞ്ഞിത്തറയിൽ കിടന്നുറങ്ങി ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കുടയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുട അവിടെ ഉറച്ചു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു പ്രശ്നം വെക്കുകയാണ്. ഇനി തുടർന്ന് ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദേവിയുടെ സാന്നിധ്യമുണ്ടെന്നും ആ ദേവീ സാന്നിധ്യത്തെ തുടർന്ന് ആ തറവാട്ടിലെ കളരിയിൽ പ്രതിഷ്ഠിച്ച് യഥാവിധി പൂജാവിധികളൊക്കെ ചെയ്യാമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് ദേവിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഓലക്കുട അവിടെ നിന്ന് എടുത്ത് തുടർന്ന് അപ്പാട്ട് തറവാട്ടിലെ കളരിയിൽ ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ള ഐതിഹ്യം. ദേവിയുടെ പ്രതിഷ്ഠ നടത്തിയ ആ കളരിയുടെ തൊട്ടുപിറകിലുള്ള പാറവും മരച്ചുവടെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പാറവും മരച്ചുവട്ടിലായതിനാൽ അങ്ങനെ അതിന് പാറോംകാവ് ഭഗവതി എന്ന് ഈ ദേശക്കാർ ആദ്യം വിളിച്ചു. പിന്നീട് അത് മെല്ലെ ഈ പാറോംകാവ് ഭഗവതി, പാറമേക്കാവ് ഭഗവതി എന്നറിയപ്പെട്ടു എന്നുള്ളതാണ് ഈ ഐതിഹ്യങ്ങളിൽ പ്രധാനം. അങ്ങനെ ദേവിയുടെ ദർശനം, അത് ദേവിയുടെ സാന്നിധ്യം വെളിപ്പെട്ട തറ എന്നുള്ള പ്രത്യേകതയാണ് ഇലഞ്ഞിത്തറയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്നത് ഈ പൂരനാളിൽ. അങ്ങനെയാണ് ഇലഞ്ഞിത്തറയിൽ വെച്ച് ഇത്തരത്തിലൊരു മേളം സംഘടിപ്പിക്കുന്നതും മേളത്തിന് വേദി ഒരുങ്ങുന്നതും. വടക്കുന്നാഥ ക്ഷേത്രം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ദേവിയുടെ പ്രതിഷ്ഠ വടക്കുന്നാഥ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള കൂറ്റൻ പാറയുടെ മുകളിലേക്കും മാറ്റുന്നു. അങ്ങനെ പാറമേക്കാവ് എന്ന പേര് വന്നു എന്നുള്ളതൊക്കെ പിന്നീടുള്ള ചരിത്രം. പൂരത്തിന് മുമ്പ് ഭഗവതി ഈ അപ്പാട്ട് തറവാട്ടിൽ പോകുന്ന പതിവിനെ ചേറ്റുപുഴ ഇറക്കും എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടി ഈ പൂരത്തിന്റെ ചടങ്ങുകളിൽ പ്രധാനമാണ്. പാറമേക്കാവിന്റെ പൂരപ്പുറപ്പാടിലെ പ്രധാന ഭാഗങ്ങളിലൊന്നാണ്. അങ്ങനെ ആ ഇലഞ്ഞിത്തറ മേളത്തിനുള്ള കാത്തിരിപ്പിലാണ് മുഴുവൻ പൂരപ്രേമികളും. നേരത്തെ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം കാണികളെ, പൂരപ്രേമികളെ ത്രസിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ത്രസിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നല്ല ചൂടെന്ന് പറഞ്ഞാൽ അത്യുഷ്ണമാണ് ഇപ്പോൾ നൽകുന്നത്. ഇനി ഇതിനിടയിൽ ഒരു യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ തൃശ്ശൂർ നഗരത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഏപ്രിൽ 19, അതായത് ഇന്ന് മുതൽ 23 വരെ തൃശ്ശൂർ ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 37 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 37 ഡിഗ്രി വരെ ചൂട് ഉയരുമ്പോൾ പോലും ആ ചൂടിനേക്കാൾ എത്രയോ ഉയരത്തിലാണ്, എത്രയോ ആവേശത്തിലാണ് പൂരപ്രേമികൾ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. അവർ വിശപ്പും ദാഹവും ഉഷ്ണവും വെയിലും ചൂടും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പൂരത്തിലേക്ക് അമരാൻ വേണ്ടി അവർ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും അല്പസമയത്തിനകം തന്നെ ഇലഞ്ഞിത്തറ മേളത്തിന്റെ സമയമാകും. അവിടെ മേളത്തിന്റെ പ്രമാണികൾ, മേളത്തിന്റെ വിദ്വാൻമാർ, മേളരംഗത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെ അണിനിരക്കുന്ന ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കാൻ പോകുന്നു. നേരത്തെ പാറമേക്കാവിന് മുന്നിൽ അവിടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടന്നു. അതിനു മുമ്പ് നടുവിലാലിൽ
നടുവിലാലിൽ ചെറിയൊരു ചെറുപൂരങ്ങളുടെ ഒരു സംഗമവും നടന്നു. ആനകൾ 15 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ് പാറമേക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതൊക്കെ കാത്തിരിക്കുന്നു ഈ പൂരപ്രേമികൾ. ഈ പൂരനഗരി ആകമാനം നമ്മൾ തൊട്ടു മുമ്പ് കണ്ട മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോയ ശേഷം നമുക്ക് ഇലഞ്ഞിത്തറമേളത്തിലെ കാഴ്ചകളിലേക്കും വളരെ വേഗത്തിലെത്താം.